ഹലോ ഗായ്സ്, മധുര ഫുഡ് ഹെവൻ ആണെന്നറിയാലോ. അപ്പോൾ ഇന്ന് മൊത്തം ഫുഡടി വീഡിയോ ആയിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് തെങ്ങിൻ്റെ മണ്ട ഉണ്ടല്ലോ, ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വിൽക്കുന്നുണ്ട്. 30-ക്കുണ്ട്, 40-ക്കുണ്ട്, 50 അങ്ങനത്തെ ഉണ്ട്. അത് നോക്കാം. സാപ്പിട കണ്ടോ, ഭയങ്കര തിന്നായിട്ടാണ് അവർ തരിക. പണ്ടൊക്കെ കഴിച്ച ഓർമ്മയുള്ളൂ, കുറേ കാലത്തിന് ശേഷമാണ് കഴിക്കുന്നത്. ഇവിടെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാരുടെ തിരക്ക്. അങ്ങനെ എന്താണെന്നറിയാൻ നോക്കിയതാണ് ഞാൻ. ഇവിടെ ഫ്രീ മോര് കൊടുക്കുന്നുണ്ട്, നമുക്ക് കുടിക്കാം. ഒരെണ്ണം മതി. 20 അല്ലേ? നിങ്ങളെ നടക്കുന്ന വഴിക്ക് ഐസാപ്പിൾ ഇല്ലേ, അതായത് നൊങ്ക്, അതിൻ്റെ ജ്യൂസ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 20 രൂപയുള്ളൂ. എൻ്റെ അമ്മക്കിടൂ. ഈ സ്പോട്ട് വരുന്നത് RMA ജുവലറിയുടെ ഓപ്പോസിറ്റ് ആയിട്ടൊരു സൈക്കിളിലൊക്കെ വിൽക്കുന്ന ഒരു കണ്ടല്ലോ. ഇവിടെ മാംഗോയും ഉണ്ട്, പിന്നെ വേറെ എന്തോ സംഭവം കൂടെ ഉണ്ട്. മാംഗോയും ഉണ്ട് കേട്ടോ, അതുകൂടെ കുടിക്കാം. ഭയങ്കര നല്ലതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന എന്തോ ഒരു മാങ്ങയാണ് കേട്ടോ. നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ സമയം 12:45 കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് A to B ഹോട്ടലിൽ വന്നേക്കുവാണ്. അതായത് ആനന്ദ ഭവൻ ഹോട്ടൽ, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ് കേട്ടേക്കുന്നത്. വരട്ടെ, ഫുഡ് വരട്ടെ. നമ്മുടെ മീൽസ് വന്നിട്ടുണ്ട് കേട്ടോ. ചോറിൻ്റെ ഇവിടുത്തെ സാമ്പാറുണ്ട്, രസമുണ്ട്, ഇവിടെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ എന്തോ സാധനം, ചമ്മന്തി, ഇഞ്ചി ചമ്മന്തി, പിന്നെ ഇത് പടവലങ്ങയൊക്കെ ഇട്ട ഒരു കറി, പരിപ്പ് കറി, തൈര്. ഇതെന്ത് കറിയാതെ എനിക്ക് അറിയത്തില്ല. മധുരമുണ്ട്. പായസമാണ്, കറിയല്ല കേട്ടോ, അത് പായസം. ഇത് ചീരയും പയറൊക്കെ ഇട്ട കറി, പിന്നെ അച്ചാറ്, പപ്പടം. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. കുറേ നാളിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് ചോറ് കഴിക്കാൻ പോകുന്നത്. നല്ല സാമ്പാർ. ഇവിടുത്തെ പൊന്നിയരി ഉണ്ടല്ലോ, കുഞ്ഞരി, അതാ. സാമ്പാർ സൂപ്പറാണ് കേട്ടോ, രക്ഷയില്ല. ഇവിടെ തൈരുണ്ട്, ഇതിപ്പോൾ മോരും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി എന്തുവാ? ഓക്കെ. ഇത് വെണ്ടയ്ക്ക തീയലോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് സാമ്പാറാണ്. പിന്നെ ഇവർ സെപ്പറേറ്റ് നെയ്യൊക്കെ കൊണ്ടുവച്ചു. രസം കഴിച്ചില്ല അല്ലേ? രസവും നല്ലതാണ്. ഇത് നമ്മളെ ദോശയിലൊക്കെ ഇടത്തില്ലേ, പൊടി, ഇഡ്ലിപ്പൊടി അങ്ങനെ എങ്ങാണ്ടാ പറയുന്നത്, അതുപോലെ എന്തോ ആണ്. എല്ലാം ഒന്നിനൊന്നും നല്ലതാണ് കേട്ടോ. എനിക്ക് എല്ലാ കറികളും ഇഷ്ടമായി കൊള്ളാം. അപ്പം ഞാനിത് കഴിയട്ടെ. സാമ്പാർ സാധവും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ സാധം വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പപ്പടമുണ്ട്, ക്രാക്കേഴ്സ് ഉണ്ട്, പിന്നെ ക്യാരറ്റ് തോരനുണ്ട്, അച്ചാറുണ്ട്, പിന്നെ സാമ്പാർ റൈസ്. ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ, മധുരയിൽ വരുന്നുണ്ടെങ്കിൽ A to B ഹോട്ടലിൽ വന്നിട്ട് മീൽസ് എന്തായാലും കഴിച്ചിരിക്കണം. അത്രയും നല്ലതാണ്. അതിലെ സാമ്പാറൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ ഇച്ചിരി പരിപ്പൊക്കെ കൂടിയിട്ടുണ്ട്, അത് സൂപ്പറാണ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഹോട്ടൽ ആനന്ദയിൽ വന്നേക്കുവാണ് കേട്ടോ. ഏകദേശം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടൊക്കെ തന്നെ വരും. ആരുടെ ചോദിച്ചാലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കറിദോശ, മട്ടൻ പായ,
അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ. പിന്നെ കലക്കി അതൊക്കെ കിട്ടും. കലക്കി എന്ന് പറയുമ്പോൾ മുട്ടയിൽ ചിക്കൻ കറിയോ എന്താ ഗ്രേവി ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ തരുന്നൊരു സാധനമാണ്. പിന്നെ കൊത്തു പൊറോട്ട ഇതൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ്. അപ്പം ഞങ്ങൾ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു മട്ടൻ പായയും പായയാണോ പായി ആണോ അങ്ങനെ എന്തോ ആണ് കേട്ടോ, പായി എന്നാ തോന്നുന്നത്. പുള്ളിക്കാരൻ വന്നിട്ട് ഞാനത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതും ഒരു ചിക്കൻ കറി ദോശയും ഒരു കലക്കിയും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഇത് തീരുന്നതനുസരിച്ച് നമുക്ക് പറയാം വയറിൽ സ്ഥലം ഉണ്ടെങ്കിൽ. നമ്മുടെ മട്ടൻ പായ ആദ്യം വന്ന് നല്ല പച്ച തേങ്ങയൊക്കെ അരച്ച് എന്തോ സംഭവം കേട്ടോ. ആടിൻ്റെ കാലാണോ ഇത്? നല്ല സോഫ്റ്റാ. ഇതാണ് കലക്കി. കുരുമുളകൊക്കെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ, അപ്പം നല്ല എരിവായിരിക്കും. പ്ലെയിൻ കലക്കിയും കിട്ടും, ഓണിയൻ കലക്കിയും കിട്ടും. ഞാൻ ഓണിയൻ കലക്കിയാണ് പറഞ്ഞത്. ഭയങ്കര സോഫ്റ്റാണ്. നമ്മുടെ ചിക്കൻ കറി ദോശ വന്നു കേട്ടോ. ഇത് കൈൻഡ് ഓഫ് പിസ്സയുടെ കണക്കുണ്ട് കാണാൻ. ചിക്കൻ്റെ മീറ്റ് ഒത്തിരി ഉണ്ട്. നമുക്ക് ഈ മട്ടൻ പായൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അതുകൂടെ വെച്ച് കഴിക്കാം. പായേൻ്റെ ഗ്രേവി വെച്ചിട്ട് സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഗ്രേവി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ലതാണ്, പക്ഷേ ഈ ഗ്രേവിയുടെ കൂടെ ഭയങ്കര നല്ലതാണ്. ഞങ്ങൾ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴിക്ക് ആച്ചി ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെയാണെങ്കിൽ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കഴിക്കാനായിട്ട് നല്ലോണം തോന്നിയായിരുന്നു, പക്ഷേ വയറിൽ സ്ഥലമില്ലാത്ത കാരണം വിട്രോ വേണ്ട. നമ്മൾ നേരത്തെ കഴിച്ചു, എന്നാലും എനിക്കിത് ഇഷ്ടമായി, അതുകൊണ്ട് വീണ്ടും മേടിച്ച കേട്ടോ. 30 രൂപയ്ക്കാണ് മേടിച്ചത്. മധുര വന്നതിന് ശേഷം ജിഗർദണ്ഡ ഞാൻ കഴിച്ചു, പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ജിഗർദണ്ഡ കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പാൽപ്പാട എനിക്കിഷ്ടമല്ല, അത് ആദ്യമേ വായിൽ വന്നു. എനിക്ക് ജിഗർദണ്ഡേ കിടക്കുന്ന ഐസ്ക്രീമാണ് കൂടുതൽ ഇഷ്ടം. 60 രൂപയുണ്ടോ. മധുര വന്ന് എവിടെ നോക്കിയാലും കിട്ടും. ഇവിടെ സാധാരണ എപ്പോഴും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇപ്പം രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കില്ല, ഉച്ചക്കൊക്കെ ഭയങ്കര തിരക്കാണ്, കാരണം ചൂടല്ലേ ദിവസം. എനിക്ക് ജിഗർദണ്ഡയിൽ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പം ഞാൻ അത് സെപ്പറേറ്റ് തരുമെന്ന് ചോദിച്ചു. 40 രൂപയ്ക്ക് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ച് പറയുന്നുണ്ട്. അതിനർത്ഥം 40 രൂപയ്ക്ക് ജിഗർദണ്ഡയിൽ ഐസ്ക്രീം മാത്രം കൊടുക്കുക എന്നാണ്. അപ്പോൾ അതെടുത്തുകൊണ്ടിരിക്കും, അതെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. 3 ചെറിയ സ്കൂപ്സ് ഉണ്ട് കേട്ടോ. നല്ലതാ, ജിഗർദണ്ഡേക്കാളും നല്ലതാ, ഭയങ്കര നല്ലതാ കേട്ടോ. ഞാനിപ്പോൾ മധുരയിലെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. വേറെ കോയമ്പത്തൂരിലൊക്കെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ഹെൽത്ത് ശരിയല്ലാത്തതുകൊണ്ട് നേരെ റിട്ടേൺ പോവുക. നമ്മൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ടൂറിസ്റ്റ് ബസ്സില്ലേ, അതാണ് നമ്മൾ റെഡ് ബസ് വഴിയായിട്ടാണ് ബുക്ക് ചെയ്തത്. അവസാനമായിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കോഫി കുടിച്ചിട്ട് പോകാമെന്നാണ് പ്ലാൻ. നല്ല കോഫിയാണ്. അപ്പം ടാറ്റാ.